ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്ത തവണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കെ. സംഭവം നല്ല ഈസിയാണ്. പിന്നെ എല്ലാ സാധനത്തിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട്, അതായത് നല്ല രീതിയിൽ കോമ്പിനേഷൻ പോകുന്നൊരു കറിയാണ് ഇട്ടത്. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു ഫുൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, മല്ലിയില, ബേ ലീഫ്, പിന്നെ ഗ്രാമ്പൂ, പട്ട, കുറച്ച് നല്ല ജീരകമാണ് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മസാല ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ്, അതായത് നല്ല ജീരകം, പിന്നെ ഗ്രാമ്പൂ, പട്ട, ബേ ലീഫൊക്കെ ചേർത്തിട്ട് ചെറുതായി ഒന്ന് വഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവോള നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവോളൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് കൂടാതെ നമ്മൾ നല്ല കട്ടിയിൽ വേറൊരു കപ്പിൽ കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഇതിന് കൂടും കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഓരോ മുട്ടയായിട്ട്, നമ്മളിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്, ഓരോ മുട്ടയായിട്ട് ഇതുപോലെ വിട്ടിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഇതിൽ കോഴിമുട്ട നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അതായത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് നമ്മളെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര മാത്രം സ്പൈസസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ, അതായത് ഈ ഒരു പാത്രം പിടിച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ സ്പൈസസൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അത് തിളച്ച് വരുന്നതിന് മുൻപായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല ബൺദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബൺദോശയുടെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി സാധാ മുട്ടക്കറിയിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുട്ടക്കറി എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിവ്യൂസ് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നല്ല വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അധികം സ്പൈസസും ഇല്ല. അപ്പോൾ വയറിനൊക്കെ ഒരു സുഖം കിട്ടുന്ന ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിവ്യൂ അറിയിക്കാം കേട്ടോ.